സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമ നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മാർവലിലെ തന്നെ എൻ ഗെയിം, ഇൻഫിനിറ്റി വാർ, പിന്നെ നമ്മുടെ അവതാർ വേ ഓഫ് വാട്ടർ, അത് മാത്രമല്ല ഈ വർഷം പുറത്തിറങ്ങിയ ഹോളിവുഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷനും നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. റെക്കോർഡ് ബ്രേക്കിംഗ് കളക്ഷൻ തന്നെയാണ് നമ്മുടെ സ്പൈഡർമാൻ ടോം ഹോളണ്ട് അഭിനയിച്ച സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ള വീഡിയോ ഭാഗത്ത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് എഡിഷൻ സിനിമ കണ്ടവർ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുക. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കേരളത്തിലെ സിനിമയ്ക്ക് 11 ദിവസം കൊണ്ട് 34,28,00,000 നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഞായറാഴ്ചയൊക്കെ സിനിമയ്ക്ക് ഗംഭീരമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് തന്നെയാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയുടെ ഷെയർ കളക്ഷൻ കേരളത്തിൽ 14,66,00,000. ടോട്ടൽ 34 കോടി വെറും 11 ദിവസം കൊണ്ടാണ് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമ കരസ്ഥമാക്കിയത്. കേരളത്തിൽ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഹോളിവുഡ് സിനിമ എന്ന് പറയുന്ന നമ്മുടെ അവതാർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. പടം ഓൾമോസ്റ്റ് നേടിയെടുത്ത കളക്ഷൻ പരിശോധിക്കുന്ന 40 കോടിനടുത്താണ്. നിലവിൽ സ്പൈഡർമാൻ സിനിമയ്ക്ക് 34 കോടിയാണ്. 6 കോടിയും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ ആയിരിക്കും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ഹോളിവുഡ് സിനിമയും മാറാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഇംഗ്ലീഷ് പകർപ്പും മലയാളം പകർപ്പും കേരളത്തിൽ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് പകർപ്പ് 33 കോടിയാണെങ്കിൽ മലയാളം പകർപ്പ് 54 ലക്ഷം കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ 11ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ഓൾമോസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 3D ചാർജസ് ഉൾപ്പെടെയായിട്ട് 1,95,00,000 11ാം ദിവസം കാണുന്നുണ്ട്. 1 കോടിയുടെ മുകളിൽ തന്നെയായിട്ട് ഇപ്പോഴും സിനിമയിൽ രണ്ടാമത്തെ ആഴ്ചയിലോട്ട് പോകുമ്പോൾ നമ്മുടെ സ്പൈഡർമാന്റെ ഹോൾഡ് കാണാൻ സാധിക്കുന്നു കേരളത്തില്. എന്തായാലും നമ്മുടെ അവതാർ എന്ന സിനിമയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് പക്കയായിട്ടുണ്ട്, തകർക്കുമെന്ന്. ഇനി സിനിമയുടെ ഡൊമസ്റ്റിക് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ടോട്ടൽ പരിശോധിക്കാം. പടത്തിന്റെ 3D കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3D കളക്ഷൻ ഉൾപ്പെടെ 558,90,00,000 കളക്ഷൻ കാണാൻ സാധിക്കും. നെറ്റ് കളക്ഷൻ ആയിട്ട് 463,88,00,000. ഇനി 3D കളക്ഷൻ ഉൾപ്പെടുത്താതെ പരിശോധിക്കുകയാണെങ്കിൽ ചാർജസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ടിക്കറ്റ് പ്രൈസ് ഇതുവരെയായിട്ട് 500,87,00,000 നേടിയത്. നെറ്റ് കളക്ഷൻ ആയിട്ട് 417,83,00,000. നമ്മുടെ ഇന്ത്യയിലെ ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ നിലവില് 226 കോടിനടുത്താണ് കാണാൻ സാധിക്കുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലോട്ടാണ് സ്പൈഡർമാൻ എന്ന സിനിമ പോകുന്നത്. ഓൾമോസ്റ്റ് 11 ദിവസം കൊണ്ട് സിനിമ കരസ്ഥമാക്കിയ ബോക്സ് ഓഫീസ് ആണ് 559 കോടിനടുത്തുള്ള ബോക്സ് ഓഫീസ്, അതും 11 ദിവസം കൊണ്ട്. നമ്മുടെ മാർവലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ആണ് നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ സ്പൈഡർമാൻ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമ നേടിയെടുത്തത്. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നമ്മുടെ അവതാറിന്റെ വേ ഓഫ് വാട്ടർ ആയിരുന്നു 2022. ഓൾമോസ്റ്റ് 400 അടുത്തെങ്ങാണ്ടാണ് പടത്തിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ. തൊട്ട് പിന്നാലെ എൻ ഗെയിം ഉണ്ട് 300 സംതിങ്. അതിന് തൊട്ട് പിന്നാലെ ആയിട്ട് ഇൻഫിനിറ്റി വാർ ഉണ്ട്. അത് മാത്രമല്ല ടോം ഹോളന്റെ സ്പൈഡർമാൻ എന്ന സിനിമയാണ് ഈ വർഷം 2026 തന്നെ ഹോളിവുഡിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ എന്ന് കാണാൻ സാധിക്കും. ഒഡീസി എന്ന സിനിമയിനേക്കാളും കളക്ഷൻ ഒരുപടി മുന്നിൽ തന്നെയാണ് ടോം ഹോളന്റെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സിനിമയുടെ ടോട്ടൽ വേൾഡ് ഒരു കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഓൾമോസ്റ്റ് 15,000 കോടിനടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതെന്തായാലും 16,000 കോടിയായി കാണും നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേന്റെ വേൾഡ് വൈഡ്. എന്തായാലും ഈ വർഷത്തെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷനുമാണ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ സ്പൈഡർമാൻ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമേന്റെയും മറ്റ് സിനിമകളിൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. അതിന് പക്ഷേ ആദ്യം ഇത് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയുടെ റിവ്യൂ ആവശ്യപ്പെടുന്നവരാണെങ്കിൽ ചാനലിൽ ചെക്കൗട്ട് ചെയ്യുക.